കുട്ടികളെ നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളൊരു ഇച്ചിരി പേഷ്യൻസോടെ സമയം കണ്ടെത്തി അതൊന്ന് കണ്ടുപിടിച്ചാൽ മതി. വേറെ ഒന്നുമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ അവർക്കൊരു ഗൈഡൻസ് കൊടുത്ത് കൂടെ ഒന്ന് ചെയ്യിപ്പിച്ചാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി ആ ഇൻട്രസ്റ്റിലേക്ക് വരും. അപ്പോൾ ഈ ടി വിയും ഫോണൊന്നും അവർക്ക് കാണാനേ തോന്നില്ല. സ്ക്രീൻ ടൈമിങ് ഹാഫ് ആൻ അവർ അല്ലേ പറഞ്ഞിരിക്കണം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പോകുന്നതും. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് കാണാനുള്ള ഒരു ചാൻസസും നമ്മൾ തന്നെയാണ് കൊടുക്കണത്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് ഗ്ലാസ് പെയിൻ്റ് ഉണ്ട്, സാൻഡ് ക്രാഫ്റ്റ് ഉണ്ട്, സോൾട്ട് ആർട്ട്, പിന്നെ ഇലകൾ പറിച്ചിട്ട് അത് ഡെക്കറേറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണത്. കുറേ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ആ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. മൊസൈക്ക് വർക്ക് ഉണ്ട്. അതായത് പേപ്പർ പല ഡിസൈൻസിലും ഷേപ്സിലും കട്ട് ചെയ്തിട്ട് അത് ഒട്ടിക്കാൻ പറ്റും. അപ്പം നമ്മൾ നല്ല മൊസൈക്ക് ഡിസൈൻ ആവും അത്. അങ്ങനെ പലതരത്തിൽ കുറേ നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ ഈ ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് പലപ്പോഴും കുട്ടികൾ ടി വി നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അതിന് പകരം അവർ തന്നെ ആലോചിച്ചിട്ട് ചെയ്യട്ടെ. ആലോചിച്ചിട്ട് ചെയ്യുമ്പോൾ അവരുടെ ക്രിയേറ്റീവ് സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസും പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഒക്കെ ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. നമ്മൾ അതിനൊന്നും മെനക്കെടാറില്ല. ഒരു ഇച്ചിരി പേഷ്യൻസോടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുട്ടികളുടെ കൂടെ ഒരു ഇച്ചിരി നേരം ഒന്ന് സ്പെൻഡ് ചെയ്താൽ അവരുടെ സ്കിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി കൂടുമെന്നാണ് സൈക്കോളജിസ്റ്റ് പറയാറുള്ളത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിലൊന്ന് ഇട്ടേക്കണേ.